ബംഗളൂരു മയക്കുമരുന്ന് കേസിൽ പാർട്ടി സെക്രട്ടറിയും പ്രതിക്കൂട്ടിലായതോടുകൂടി CPM-ന്റെയും ഇടതു മുന്നണിയുടെയും നില പരുങ്ങലിലായിരിക്കുക. അതിനെ പ്രതിരോധിക്കുമെന്നുള്ള നിലയിൽ പ്രധാന പ്രതിപക്ഷമായിട്ടുള്ള സാങ്കേതിക പ്രതിപക്ഷം UDF നടത്തിയ പ്രചാരണങ്ങളുടെ എല്ലാം മുനയൊടിയുകയുമാണ്. UDF-ന്റെ MLA-മാരും മന്ത്രിമാരും മുൻ മന്ത്രിമാരും ഒക്കെ തന്നെ സമാനമായിട്ടുള്ള പല അഴിമതി കേസുകളിലും പെട്ടിരിക്കുകയാണ്. അഴിമതിയുടെ കാര്യത്തിൽ, കള്ളക്കടത്തിന്റെ കാര്യത്തിൽ, ബിനാമി ഇടപാടുകളുടെ കാര്യത്തിൽ UDF-ഉം LDF-ഉം തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നുമില്ല എന്നുള്ള BJP-യുടെ ആക്ഷേപം ശരിവെക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ ഉണ്ടായിരിക്കൊണ്ടിരിക്കുന്നത്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ തെളിവുകൾ ഓരോന്ന് പുറത്തു വരുമ്പോൾ മുഖ്യമന്ത്രി ഭരണ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട്, സർക്കാർ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അതിനെതിരായിട്ടുള്ള കേസ് അന്വേഷണം അട്ടിമറിക്കാനുള്ള ശ്രമങ്ങളാണ് നടത്തുന്നത്. സെക്രട്ടേറിയറ്റിലെ പ്രോട്ടോകോൾ വിഭാഗത്തിലെ തീവെപ്പ് ആസൂത്രിതമായിരുന്നെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസാണ് ഇതിന് പിന്നിലെന്നും ഞങ്ങൾ ആദ്യ നിമിഷം തന്നെ ആരോപണം ഉന്നയിച്ചത്. ആ ആരോപണം ശരിവെക്കുന്നതാണ് ഇപ്പോൾ ഫോറൻസിക് പരിശോധനകളുടെ അന്തിമ ഫലത്തിലൂടെ തെളിഞ്ഞിരിക്കുന്നത്. എന്നാൽ ഫോറൻസിക് പരിശോധന ശരിയല്ല എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. ഫോറൻസിക് പരിശോധന ശാസ്ത്രീയമല്ലെങ്കിൽ പിന്നെ എന്ത് പരിശോധനയാണ് ശരിയായിട്ടുള്ളത്? കേരള പോലീസിന്റെ പരിശോധനയാണോ ശരിയായിട്ടുള്ളത്? ലോകത്തെല്ലായിടത്തും അംഗീകരിക്കപ്പെട്ടിട്ടുള്ളതാണ് ഫോറൻസിക് പരിശോധനാ ഫലം, അതിന്റെ സത്യസന്ധതയും സുതാര്യതയും അതിന്റെ അക്യുറസിയും. അത് ശരിയല്ല എന്നാണ് ഇപ്പോൾ പോലീസ് പറയുന്നത്. അത് കേസ് അന്വേഷണം അട്ടിമറിക്കാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെയാണ് പ്രോട്ടോകോൾ വിഭാഗം ഓഫീസിന് തീയിട്ടത് എന്നുള്ള ആരോപണം ശരിവെക്കുന്നതാണ്. മറ്റൊരു കാര്യം, മുഖ്യമന്ത്രിയുടെ അഡീഷണൽ സെക്രട്ടറി CM രവീന്ദ്രൻ ഇപ്പോൾ കോവിഡായിട്ട് അദ്ദേഹം ചികിത്സയിലാണെന്നാണ് പറയുന്നത്. CM രവീന്ദ്രനും ദിനേശൻ പുത്തലത്തും ഈ രണ്ട് സെക്രട്ടറിമാരാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വളരെ പ്രധാനികളായിട്ടുള്ള രണ്ട് ഉദ്യോഗസ്ഥന്മാർ. CM രവീന്ദ്രനും ദിനേശൻ പുത്തലത്തിനും അറിയാത്ത രഹസ്യങ്ങളൊന്നും തന്നെ ഈ ഇടപാടുമായി ബന്ധപ്പെട്ട് വേറെയില്ല. മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസ് നടത്തിയിട്ടുള്ള എല്ലാ അഴിമതികളും അറിയുന്ന രണ്ട് ഉദ്യോഗസ്ഥന്മാരാണ് CM രവീന്ദ്രനും ദിനേശൻ പുത്തലത്തും. ആയിരക്കണക്കിന് കോടി രൂപയുടെ ഇടപാടുകളാണ് കഴിഞ്ഞ 4.5 വർഷത്തിനിടയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ളത്. ആ വസ്തുതകളെല്ലാം അറിയുന്നവരാണ് CM രവീന്ദ്രനും പുത്തലത്തും ദിനേശനും. അതിൽ ഒരാളെയാണ് ഇപ്പോൾ ED ചോദ്യം ചെയ്യാനായിട്ട് നോട്ടീസ് കൊടുത്തിരിക്കുന്നത്. മറ്റൊരാളുടെ കാര്യം അതും അന്വേഷണ വിധേയമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ CM രവീന്ദ്രന്റെ ആരോഗ്യ നില, അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഗൗരവമേറിയ ഒരു വിഷയമാണ് ഇത് സംബന്ധിച്ച് എനിക്ക് പറയാനുള്ളത്. CM രവീന്ദ്രന് ജീവന് ഭീഷണിയുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. വ്യക്തമായിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. CM രവീന്ദ്രന്റെ ജീവന് ഭീഷണിയുണ്ട്. അദ്ദേഹത്തിന്റെ ജീവൻ സംരക്ഷിക്കേണ്ടത് ഇന്ന് പൊതുസമൂഹത്തിന്റെയും സർക്കാരിന്റെയും ബാധ്യതയാണ്. അതുകൊണ്ട് CM രവീന്ദ്രനെ ജീവനോടെ സംരക്ഷിക്കാൻ ഉള്ള ഇടപെടലുകൾ സംസ്ഥാനത്ത് ഇപ്പോൾ വളരെ അത്യാവശ്യമാണ്. CM രവീന്ദ്രനെ ചോദ്യം ചെയ്ത് കഴിയുമ്പോൾ അദ്ദേഹം നടത്തിയിട്ടുള്ള എല്ലാ ഇടപാടുകളെയും സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ പുറത്തു വരികയാണെങ്കിൽ ഈ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങേയറ്റം ഗൗരവതരമേറിയിട്ടുള്ള വിഷയങ്ങളാണ്. അതുകൊണ്ട് CM രവീന്ദ്രന്റെ ജീവന് സുരക്ഷ നൽകാൻ അടിയന്തര നടപടികൾ ഉണ്ടാവണം എന്ന് BJP ആവശ്യപ്പെടുന്നു. മുഖ്യമന്ത്രിയുടെ അഡീഷണൽ സെക്രട്ടറി രവീന്ദ്രന്റെ കാര്യത്തിൽ ചില ആളുകൾക്കിടയിൽ അങ്ങനെ ഒരു സംശയം ഇപ്പോൾ തന്നെ ഉയർന്നു വന്നിട്ടുണ്ട്. അദ്ദേഹം ചില ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ നിരീക്ഷണത്തിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ ആശുപത്രി വാസത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ ജീവന്റെ സുരക്ഷയെ സംബന്ധിച്ചും കാര്യമായിട്ടുള്ള ഇടപെടൽ വേണം. അത് പൊതുസമൂഹമാകെ ആ കാര്യങ്ങൾ ഏറ്റെടുക്കണം. മാധ്യമങ്ങളും ഇക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണം എന്നുള്ള അഭ്യർത്ഥന എനിക്കുണ്ട്. കാരണം CM രവീന്ദ്രന്റെ കോവിഡ് പോസിറ്റീവ് ഏത് ആശുപത്രിയിൽ നിന്നാണ് ആയത്, എവിടെ നിന്നാണ് അദ്ദേഹം പരിശോധിച്ചത്, എന്താണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി? സ്വാഭാവികമായിട്ടും ED ചോദ്യം ചെയ്യാൻ വിളിച്ചാൽ അത്തരം മെഡിക്കൽ സർട്ടിഫിക്കറ്റുകളെല്ലാം ഹാജരാക്കേണ്ടതാണ്. അങ്ങനെ ഹാജരാക്കിയതായിട്ട് അറിവില്ല. ഇനി ഉണ്ടെങ്കിൽ തന്നെ അതിന്റെ സുതാര്യതയെ സംബന്ധിച്ചുള്ള സംശയങ്ങൾ നിലനിൽക്കുകയാണ്.
അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ അഡീഷണൽ സെക്രട്ടറി രവീന്ദ്രന്റെ ആരോഗ്യസ്ഥിതിയെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ ജീവനെ സംബന്ധിച്ചും ശരിയായ ജാഗ്രത. കാരണം CPM എന്ന് പറയുന്നത് എന്തും ചെയ്യാൻ മടിയില്ലാത്തൊരു പാർട്ടിയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭൂതകാലം അറിയുന്ന എല്ലാവർക്കും അറിയാം. എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു മുഖ്യമന്ത്രിയും പാർട്ടിയുമാണ് സംസ്ഥാനത്തുള്ളത്. സംസ്ഥാനത്തെ പാർട്ടിയെ സംബന്ധിച്ചും CPM പാർട്ടിയെ സംബന്ധിച്ചും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സംബന്ധിച്ചും നിരവധി വിഷയങ്ങളിൽ, അഴിമതിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അറിവുള്ള ആളാണ് CM രവീന്ദ്രൻ. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവന് സുരക്ഷ നൽകുന്ന കാര്യത്തിൽ പോലീസും സർക്കാരും അന്വേഷണ ഏജൻസികളും എല്ലാം ജാഗ്രത പുലർത്തണം. കേരളത്തിലെ മാധ്യമങ്ങളും പൊതുസമൂഹവും അക്കാര്യത്തിൽ ജാഗ്രത പുലർത്തണം എന്ന് ഞാൻ എല്ലാവരോടും അഭ്യർത്ഥിക്കും. ഇത്തരം വിഷയങ്ങളിൽ ഇതിനു മുമ്പ് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ, ഈ വിഷയങ്ങളിലെല്ലാം ഞങ്ങൾ സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം തന്നെ പിന്നീട് വസ്തുതാപരമായിട്ട് സ്ഥിരീകരിക്കപ്പെടുന്നതാണ് കാണുന്നത്. ഇത് കേവലമായൊരു സംശയമല്ല ഞാനിപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അത് സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണവും ജാഗ്രതയും അദ്ദേഹത്തിൻ്റെ ജീവൻ്റെ സുരക്ഷ ഉറപ്പുവരുത്തേണ്ടത് ഇന്നത്തെ സാഹചര്യത്തിൽ കേരളത്തിൻ്റെ ആവശ്യമാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ്. അതായത് മുഖ്യമന്ത്രിയുടെ ഒരു ഓഫീസ് സെക്രട്ടറിയെ കൊല്ലും എന്നാണ് താങ്കൾ പറഞ്ഞതിന്റെ ഒരു സാരാംശം. അപ്പൊ അതിന് എന്തെങ്കിലും ഒരു അടിസ്ഥാനം ഇല്ലാതെ അങ്ങനെ ഒരു ആരോപണം ഉന്നയിക്കാൻ പാടില്ല. അപ്പോൾ എന്താണ് എന്നുള്ളത് മാധ്യമങ്ങൾക്ക് മുമ്പിൽ താങ്കൾക്ക് പങ്കുവെക്കാവുന്നതാണ്. അതെന്താണെന്നാണ് ചോദിച്ചത്. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. ഞാനിപ്പോ ഒരു കേരള പൊതുസമൂഹം ഇക്കാര്യത്തിൽ ഒരു ജാഗ്രത പുലർത്തണം, മാധ്യമങ്ങൾ ഉൾപ്പെടെ എന്നുള്ള അഭ്യർത്ഥനയാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അല്ല, അങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ച അടിസ്ഥാനമുണ്ട് എന്ന് വിചാരിക്കുമെന്ന് പറയുമ്പോൾ അതൊരു റെസ്പോൺസിബിൾ ആയിട്ടുള്ള മറുപടി വിചാരിക്കേണ്ട. ഞാൻ കേരളത്തിലെ പൊതുസമൂഹത്തിനോടാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്കതിന് വ്യക്തമായിട്ടുള്ള ബോധ്യങ്ങളുണ്ട്. CM രവീന്ദ്രന്റെ ഇടപാടുകളെ സംബന്ധിച്ചും ദിനേശൻ പുത്തലത്തിന്റെ ഇടപാടുകളെ സംബന്ധിച്ചും എനിക്ക് വ്യക്തമായിട്ടുള്ള വിവരങ്ങളുണ്ട്. ഞാൻ അതുകൊണ്ട് ആ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി തന്നെയാണ് ഈ കാര്യം പറയുന്നത്. ഏത് തരത്തിലുള്ള ഒരു അപായമായിരിക്കും അദ്ദേഹത്തിന് സംഭവിക്കാം? അല്ല, അതൊന്നും ഇപ്പൊ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. ബാക്കി നമുക്ക് നോക്കാം. അല്ല, ഏത് തരത്തിലുള്ള ഭീഷണിയാണ് അദ്ദേഹത്തിന്റെ ജീവനുള്ളത്? അദ്ദേഹത്തിന്റെ ജീവന് ഭീഷണി ഉണ്ടെന്ന് തന്നെയാണ്. അല്ല, ഏത് തരത്തിലുള്ളതാണ്? എന്ത് തരത്തിലാണെന്നൊക്കെ ഉള്ളത് പിന്നെ എല്ലാം ഇന്ന് തന്നെ വിശദീകരിക്കണം. പറയാണ്ട് ഞാൻ രഹസ്യമായിട്ടൊന്നും പറയുന്നല്ലോ. അത് സംബന്ധിച്ച തെളിവുകൾ അല്ല, ഞാനിപ്പോ പറഞ്ഞല്ലോ, പോലീസിനോടും സർക്കാരിനോടും പൊതുസമൂഹത്തിന്റെ ഏറ്റവും ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്തംഭമായിട്ടുള്ള മാധ്യമങ്ങളിലൂടെ ഞാൻ പൊതുസമൂഹത്തോട് പറയണം. നിങ്ങൾ അതേപോലെ പേര് പറയുകയോ ഇത് സംബന്ധിച്ചൊന്നും പറഞ്ഞില്ല. ഞാൻ ഇങ്ങനെ ഒരു ആശങ്ക ഇപ്പോൾ പങ്കുവെക്കുന്നു. അത് എനിക്ക് എന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് പങ്കുവെക്കുന്നത്. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ താങ്കൾക്കുണ്ടെങ്കിൽ ഞങ്ങളോട് പറയേണ്ട, പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥർക്ക് താങ്കൾക്ക് ആ വിവരം കൈമാറാം. ഇൻഫോം ചെയ്യാതെ ജീവന് സുരക്ഷ കൊടുക്കാൻ കൂടുതലായിട്ട് അല്ല, നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ട ഒരു വിവരം ഉണ്ടെങ്കിൽ അത് പോലീസിനെ അറിയിക്കാം, താങ്കൾക്കൊരു നിവേദനമായി നൽകാം. ഒരുപക്ഷെ നാളെ അത്തരത്തിൽ സംഭവിക്കുകയാണെങ്കിൽ താങ്കൾക്ക് അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യാലോ. നിങ്ങൾക്കറിയാം അദ്ദേഹം കോവിഡ് എവിടെ പരിശോധിച്ചു? ഇല്ല, എനിക്കറിയില്ല. ആർക്കെങ്കിലും അറിയോ? അല്ല, ഏത് ആശുപത്രി മെഡിക്കൽ കോളേജിൽ അദ്ദേഹം കഴിയുന്നു? അദ്ദേഹത്തിന്റെ കോവിഡ് പോസിറ്റീവ് എവിടുന്ന പരിശോധിച്ചു? അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതി ഇപ്പൊ എന്താണ്? ആരോഗ്യസ്ഥിതിയിൽ ആശങ്ക ഉണ്ടെന്നാണോ? അല്ലല്ല, ഞാൻ ചോദിച്ചതാണെന്ന്. ഒന്നും അറിയില്ലല്ലോ. നമ്മളത് ചൈനയിൽ നിന്നല്ലോ, കേരളമല്ലേ. സർക്കാരിന് വേണ്ടി സർക്കാരിന്റെ എല്ലാ രഹസ്യങ്ങളുടെയും പണ്ടോര ബോക്സ് ആണ് ഈ പറയുന്ന ആള്. കേന്ദ്ര ഏജൻസികൾ ആരോപണം ഉന്നയിച്ചു. അത് അദ്ദേഹത്തിന്റെ ജീവിത ഭീഷണിയുടെ ആരോപണം ഉന്നയിച്ചു. അത് ബന്ധപ്പെട്ട ആളുകൾക്ക് അറിയിക്കേണ്ട ഉത്തരവാദിത്തം അങ്ങേടാണല്ലോ. അത്തരം കാര്യങ്ങളൊക്കെ അറിയിക്കുക മാധ്യമങ്ങളോടല്ല, ഏതെങ്കിലും കൊണ്ട് മാത്രം പോലീസ് സീരിയസ് സഹോദര, ഞാൻ പറഞ്ഞിരിക്കുന്നത് പൊതുസമക്ഷമാണ്. പ്രത്യേകിച്ച് കേന്ദ്ര ഏജൻസി അന്വേഷിക്കുന്ന വിഷയത്തിൽ ചോദ്യം ചെയ്യലിന് വിളിച്ചു വരാൻ പറ്റുന്ന വ്യക്തിക്കാണ് ഇത്തരത്തിൽ ഭീഷണി ഉണ്ടെന്ന് പറയുന്നത്. ആ കേന്ദ്ര ആഭ്യന്തര മന്ത്രത്തിന്റെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്താൻ സംസ്ഥാന അധ്യക്ഷന് കഴിയില്ല. നോക്കാം നമുക്ക്. ഞാനിങ്ങനെ ഒരു സംശയം എന്റെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നു. ഇനി അദ്ദേഹത്തിന്റെ ജീവൻ സംരക്ഷിക്കേണ്ട ബാധ്യത സർക്കാരിനുണ്ട്. ഡൽഹിക്ക് വന്നത് എന്താണ്? സംസ്ഥാന BJPയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്തെങ്കിലും ചർച്ച ചെയ്യാനാണ്? എന്താണ് ആ വിഷയം? ശോഭാ സുരേന്ദ്രൻ ഒരു പരാതി നൽകിയിട്ടുണ്ട് എന്നുള്ള ഒരു പാർട്ടി അധ്യക്ഷൻ
അതിന്റെ അഖിലേന്ത്യാ അധ്യക്ഷനെ കാണുന്നത് പോലും കഥകൾ ഉണ്ടാക്കുന്ന വലിയ ദാരിദ്ര്യം തന്നെയാണ് കേട്ടോ. കാരണം ഒരു സംസ്ഥാന പ്രസിഡന്റ് അതിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റിനെ കാണാൻ വരുമ്പോൾ അതും ഒരു തെരഞ്ഞെടുപ്പ് അടുത്ത് വന്ന സന്ദർഭത്തിൽ അതിനും കഥകൾ ഉണ്ടാക്കുന്നത് വലിയ ദാരിദ്ര്യം തന്നെയാണ്. അല്ല, പക്ഷേ താങ്കളുടെ പാർട്ടിയിലെ നേതാവ് താങ്കളുടെ പ്രവർത്തന ശൈലി ശരിയല്ല എന്ന് പറഞ്ഞിട്ട് കേന്ദ്ര കമ്മിറ്റിക്ക് പരാതി നൽകി എന്ന് അവരെന്നെ പറയുന്നത് പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞ കാര്യമാണ്. ഞാൻ പറഞ്ഞല്ലോ, ഇത് വലിയ ദാരിദ്ര്യമാണ്. നിങ്ങളെപ്പോലുള്ള ഇത്രയും ഉത്തരവാദപ്പെട്ട മാധ്യമ പ്രവർത്തകർ ഇതുപോലുള്ള കാര്യങ്ങൾ, ഇത്രയും ചെറിയ കാര്യങ്ങൾ, അതൊക്കെ ഒരു സാധാരണ സംഭവങ്ങൾ. പരസ്യ പ്രതികരണം പാർട്ടിക്ക് അകത്തു നിന്ന് തന്നെ ഉണ്ടാവുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ്? ഞാൻ ആരോപണം ഉന്നയിച്ചപ്പോൾ നിങ്ങൾ എന്നെ കളിയാക്കിയതാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കസ്റ്റംസിലേക്ക് വിളിച്ചു എന്ന് ഞാൻ 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പറഞ്ഞപ്പോൾ നിങ്ങൾ എന്നെ പരിഹസിച്ചതാണ്. മറക്കണ്ട, എല്ലാ ചാനലുകളും എല്ലാ പത്രങ്ങളും, എനിക്കതിൽ പരാതിയില്ല. പക്ഷെ അതിനുശേഷം വന്ന എല്ലാം ഇത് സംബന്ധിച്ച് സെക്രട്ടേറിയറ്റ് തീ വെച്ചതാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾ കളിയാക്കിയോ? പക്ഷേ ഇതിലൊരു പരിഹാസം, അതായത് വാർത്താ സമ്മേളനത്തിൽ അങ്ങ് പറയുന്ന കാര്യങ്ങൾ പിന്നീട് അന്വേഷണ ഏജൻസി ആ വഴിയിൽ അന്വേഷിക്കുന്നു. CPM വലിയ അന്വേഷിക്കണമെന്ന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ആ വഴിയിലേക്ക് അന്വേഷണം നീങ്ങുന്നതിനെ സംബന്ധിച്ച് വഴിയൊന്നുമില്ല. ഞാൻ എന്താ ഇടതുമുന്നണി കൺവീനർ വിജയരാഘവൻ പറഞ്ഞ പോലത്തെ വിട്ടിട്ടൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അയാൾ ഇന്നലെ പറയാണ് അടുത്ത 2 MLA-മാരും കൂടെ അറസ്റ്റിലാവും. ഇതൊക്കെ എങ്ങനെ അറിയാം? അങ്ങനെയൊന്നുമല്ലോ. ഞാൻ പൊതുസമൂഹത്തിന് മുമ്പിൽ ഉന്നയിക്കേണ്ട വിഷയങ്ങൾ, ആവശ്യമുള്ള വിഷയങ്ങളല്ലാതെ ഞാൻ വേറെ ഒരു കാര്യം ഉന്നയിക്കുന്നു. നിങ്ങൾ എത്ര കാലത്ത് നിങ്ങളുടെ ഉദ്ദേശത്തെ കുറിച്ച് ഞങ്ങൾ ആരും അല്ലല്ലോ ഇത് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ അതിനൊന്നും മറുപടി പറഞ്ഞ് നിങ്ങൾക്ക് താങ്കളുടെ ഈ എന്താ പറയാ, ഈ കാക്കയുടെ ഒരു സ്വഭാവമുണ്ട്. കാക്ക ഇങ്ങനെ പശുവിന്റെ ചെവിയിൽ കൊത്തുമ്പോൾ ആദ്യം പശു വിചാരിക്കുക നല്ല സുഖാണെന്ന്. ആ പണി മാധ്യമങ്ങൾ എടുക്കണ്ട. ഞാൻ അത് നിന്ന് തരാനില്ല. അല്ല, താങ്കളുടെ പാർട്ടിയുടെ നേതാക്കൾ പരസ്യമായി പറഞ്ഞ കാര്യമാണ്, ഞങ്ങൾ ആരും പറഞ്ഞതല്ല. വിഷയങ്ങൾ ഞാൻ ചോദിച്ചു, അതൊന്നും ചോദിക്കേണ്ട. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സ്ഥിതിയെ, രാഷ്ട്രീയ സാഹചര്യങ്ങളെ, തയ്യാറെടുപ്പുകളെ സംബന്ധിച്ച് എനിക്ക് നാഷണൽ പ്രസിഡന്റിനെ അപ്ഡേറ്റ് ചെയ്യണമല്ലോ. അത് നാച്ചുറൽ ആയിട്ടുള്ള ഇത്തരത്തിലുള്ള തർക്കങ്ങൾ സംസാരിക്കില്ലെന്നാണോ? ഒരു തർക്കമില്ല. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മികച്ച മുന്നേറ്റം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ഇമ്മീഡിയറ്റ് പ്രയോറിറ്റി ആയിട്ട് ഞങ്ങൾ എടുക്കുന്നത്. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പിന്നീട്. കഴിഞ്ഞ ദിവസം കടകശി നേതാവായ തുഷാർ വെള്ളാപ്പള്ളി നാട്ടുമായി കൂടിക്കാഴ്ച നടത്തി. സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. അപ്പൊ സീറ്റ് വിഭജനം സംബന്ധിച്ച് ചർച്ചകൾ നഡ്ഡാജിയും തുഷാർ വെള്ളാപ്പള്ളിയും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ എന്താണെന്ന് ഞാൻ ചോദിച്ചിട്ടുമില്ല, അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുമില്ല. ജനകീയ വിഷയങ്ങളിൽ BJP എടുക്കുന്നതും താഴെ തലം വരെയുള്ള സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തുന്നതിലും കേന്ദ്ര നേതൃത്വത്തിന് ശരിയായ വിവരങ്ങളും. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരുക്കങ്ങൾ എന്ന് പറയുമ്പോൾ പാർട്ടിയിലെ ഒരുമ, അതിലെ അകത്ത പ്രശ്നങ്ങളൊക്കെ സ്വാഭാവികമായും അതിന്റെ ഭാഗമായി വരുന്നതിനാണല്ലോ. അപ്പോൾ അതൊന്നും ഇവിടെ ചർച്ചയായിട്ടാണോ? JP നഡ്ഡാജി ഇവിടെ ഉണ്ടല്ലോ, അദ്ദേഹം ഡൽഹിയിൽ തന്നെ ഉണ്ടല്ലോ. ഞാൻ മാത്രമല്ലേ വന്ന് പോകുന്നുള്ളൂ. പാർട്ടി അധ്യക്ഷൻ എന്നുള്ള നിലയിൽ നിങ്ങൾ തന്നെ ഒരു കഥ ഉണ്ടാക്കും. അങ്ങനെ ഒരു പരാതി കുറിച്ച് ഒരു വിവരമില്ലെന്നോ? ആ വിഷയത്തിൽ ഒരു പ്രതികരണം ഒഴിഞ്ഞു മാറുകയല്ലേ സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ അതിനെ അഭിസംബോധന ചെയ്യേണ്ട ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് BJPയെ നന്നാക്കാനുള്ള ഉദ്ദേശമാണ് ഇതെന്ന് മനസ്സിലാക്കുമ്പോൾ എനിക്ക് കുഴപ്പമില്ല. നിങ്ങളുടെ വളരെ ജാഗ്രതയിലും ഔത്സുക്യത്തിലും താല്പര്യത്തിലും ഞാൻ അതീവം എപ്പോഴും നന്ദിയുള്ളവനാണ്. അല്ല, ഒരു പാർട്ടി ആകുമ്പോൾ അതിന്റെ അകത്ത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാവും. പക്ഷെ അത് അങ്ങനെ ഉണ്ടാകുമ്പോൾ അത് തുറന്നു പറയുന്നതും ഒരു ജനാധിപത്യപരമായ മര്യാദയല്ല. വ്യത്യാസമില്ലെന്ന് പറയുമ്പോൾ ആ നേതാവ് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന നേതാവ് ഇത്ര നാളായിട്ട് പാർട്ടിയുടെ പുറത്തു നിന്ന് മാറി നിൽക്കുന്നു. അതൊരു വിഷയമാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് പറയാനുള്ള കാര്യങ്ങളല്ല. ഇത് വീണ്ടും ചോദിച്ചിട്ട് നിങ്ങളിൽ നെറ്റിൽ നിന്ന് ഒരു ഉത്തരം പ്രതീക്ഷിക്കണം. വേറെ ഒന്നുമില്ലെങ്കിൽ നമുക്ക് തൽക്കാലം കേന്ദ്ര നേതൃത്വത്തിൽ മതിപ്പ് തന്നെയാണ് കേരളത്തിൽ എല്ലാം പറഞ്ഞിട്ട് വീണ്ടും ചോദിക്കുന്നു.